എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൽ 14-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യന്റെ പാപത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപികളായി തീർന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ശാപത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാപം പാപം മുഖാന്തരം ലോകത്തിലേക്ക് കടന്നു വന്നു. അതുമാത്രമല്ല, അനേക പ്രയാസങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നു. ചിലത് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീയോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: നീ പാപം ചെയ്തിരിക്കൊണ്ട് നീ വേദനയോടുകൂടെ പ്രസവിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനിൽ വേദന കടന്നു വന്നിരിക്കുന്നു. സ്ത്രീയോട് അത് പ്രത്യേകമായി പറയുന്നുവെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വേദന പാപമാണ് കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വേദന ഏറ്റു എന്ന് നാം വായിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ രോഗം ശീലിച്ചവനായി വേദന സഹിച്ചു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം വേദന സഹിച്ച കർത്താവ്. പ്രിയരെ, പാപം മൂലം വേദന മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ ആ വേദന നീക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം വേദന സഹിച്ചു എന്ന് നാം വായിക്കുന്നു. 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം മൂലം വീണ്ടും മറ്റൊന്ന് കടന്നു വന്നിരിക്കുന്നു: മുള്ളും പറക്കാരയും. മുള്ള് ഈ ഭൂവിൽ ഉണ്ടാകുവാൻ കാരണം പാപം നിമിത്തമാണ്, പാപത്തെ തുടർന്നാണ്. എന്നാൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. മുള്ളുകൊണ്ടുള്ള കിരീടം കർത്താവിൻ്റെ തലയിൽ വരുവാൻ കാരണമായി തീർന്നത് പാപമായിരുന്നു. നാം ചെയ്ത പാപത്തിനു പകരമായി മുള്ള് കടന്നു വന്നപ്പോൾ മുൾക്കിരീടം യേശു ക്രിസ്തു തലയിൽ അണിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പകരമായി തീർന്നു. മറ്റൊന്ന് കാണുവാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിൽ തന്നെ നാം ഇങ്ങനെ 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്: അവിടെ ഒരു വലിയ ശത്രുത്വം ഉണ്ടാവുന്നു. തുടർന്ന് മനുഷ്യനോട് ദൈവം പറയുകയാണ്: നീ വിയർപ്പ് കൊണ്ട് ഉപജീവനം നടത്തണം. വിയർക്കേണ്ടതായി വരും, അതികഠിനമായ വിയർപ്പ്. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ജോലി ഒരു വലിയ ഭാരമായി തീർന്നിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം ഭാരമേറിയതായി മനുഷ്യന് തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവം സന്തോഷത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചത് പിന്നീട് ദുഃഖത്തിനും പ്രയാസത്തിനും ആ നിലയിലുള്ള വിയർപ്പിനും കാരണമായി തീർന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ കർത്താവ് അതികഠിനമായ മാനസിക വ്യതയിലായിരുന്നപ്പോൾ അവൻ്റെ വിയർപ്പ് ചോരത്തുള്ളി പോലെ പുറത്തേക്ക് വന്നുവെന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപം മുഖാന്തരം കടന്നു വന്ന ആ വിയർപ്പെന്ന വലിയ പ്രയാസത്തെ, മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രയാസത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച ആ പങ്കപ്പാടുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. ശാപകരമായിരുന്ന ആ പാപനിമിത്തം കടന്നു വന്ന വലിയ ദോഷങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമേറ്റ് നമ്മെ ഇന്ന് അനുഗ്രഹ പാത്രങ്ങളാക്കി തീർത്തിരിക്കുന്നു. നാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് വേണ്ടി ശാപകരമായിരുന്ന ക്രൂശുമരണം യേശു ക്രിസ്തു സഹിച്ചതുകൊണ്ടാണ്. നമ്മെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ ധന്യർ എന്ന് വിളിച്ചിരിക്കുന്നു. അതിന് കാരണം ധന്യനായ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം ഏൽക്കേണ്ടിയിരുന്ന സകല പാപത്തിൻ്റെ ശിക്ഷയും നമുക്ക് പകരമായി നമ്മുടെ കർത്താവ് സഹിച്ചു. സ്തുതിക്കാം, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.